സ്നേഹവന്ദനം എല്ലാവരോടും അറിയിക്കുന്നു. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സന്തോഷമാണോ? എല്ലാവരും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഹലോ ഹലോ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഗുഡ് മോർണിംഗ് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അത് പ്രധാനമായി നമ്മുടെ ലക്ഷ്യം വചനം പഠിക്കുകയാണ്, പാട്ടുകൾ പഠിക്കുകയാണ്. അപ്പോൾ കർത്താവിനെ നമ്മുടെ വീടുകളിലായിരുന്നു ഒന്ന് അറിയുക, വചനത്തിലൂടെ മനസ്സിലാക്കുക നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിന് ഒരു നല്ലൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്, ഹോം ബൈബിൾ സ്കൂൾ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഹോം ബൈബിൾ സ്കൂൾ. നമ്മുടെ ഈ ഹോം ബൈബിൾ സ്കൂളിലൂടെ നമ്മുടെ പാട്ടുകളും കഥകളും ചെറിയ ആക്ടിവിറ്റീസും എല്ലാം പഠിക്കുകയാണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പ്രോഗ്രാമിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും റെഡിയാണോ? ഈ പ്രോഗ്രാം പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്തതിലേക്ക് വേണ്ടി ഏറ്റവും ആദരണീയനായ കഴക്കൂട്ടം ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ റവറൻ ഡോക്ടർ CR ഗോഡ്വിൻ അച്ഛനെ ഏറ്റവും ആദരവോടെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളുടെ സ്നേഹിതനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ കോവിഡ് കാലം ലോക്ക്ഡൗണായി വീട്ടിലിരിക്കുകയാണല്ലോ. സഭാരാധനകളും സൺഡേ സ്കൂളും BBSഉം എല്ലാം ഓർമ്മകളായും ഓർമ്മപ്പെടുത്തലായും തീരുമ്പോൾ ഈ കാലം ഏറെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു BBSനായി നാം പരിശ്രമിക്കുക. ഓൺലൈൻ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി സൈബർ സ്പേസിലൂടെ ഹോം ബൈബിൾ സ്കൂൾ കഴക്കൂട്ടം ഡിസ്ട്രിക്റ്റിലെ എല്ലാ കുരുന്നുകൾക്കും ഇത് പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് റവറൻ തോമസ് ഷൈനച്ചൻ. മേബല്ലൂർ ഇടവകയിലെ പ്രിയപ്പെട്ടവരുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാം നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ കുരുന്നുകൾക്കും അനുഗ്രഹപ്രദമാകുക തന്നെ ചെയ്യും. എല്ലാവരും ഇതിൻ്റെ പങ്കാളിയാകുക. പരിമിതികളുണ്ട്, പരാധീനതകളുണ്ട്. ഈ പരിമിതികൾ മറികടന്ന് എല്ലാവരും കൂട്ടായി ചേരുമ്പോൾ നമുക്ക് ചിലതൊക്കെ പഠിക്കുവാനായിട്ട് കഴിയും. ഇതിലൂടെ പഠിക്കുന്ന കളികളും പാട്ടുകളും ദൈവവചനവും നമ്മുടെ കുരുന്നുകൾക്ക് ഏറെ അനുഗ്രഹപ്രദമാകും എന്നതിന് രണ്ട് പക്ഷമില്ല. ഈ ഹോം ബൈബിൾ സ്കൂളിൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52 വാക്യത്തെ ആധാരമാക്കിയുള്ളതാണ്. ഞാൻ ദൈവത്തിൻ്റെ പൈതൽ, ഐ എം ഗോഡ്സ് ചൈൽഡ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നതാണ് എന്നതാണ് നമ്മുടെ വാക്യം, അർത്ഥവാക്യം. കർത്താവ് വളർന്നു വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരണം. ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വരുവാൻ നമ്മുടെ കുരുന്നുകൾക്ക് കഴിയട്ടെ. ഈ നാളുകൾ കോവിഡ് കാലം മടിപിടിച്ചും ബോറടിച്ചുമൊന്നും ഇരിക്കാതെ ദൈവവചനത്തിലെ ചിന്തകൾ പരതുവാൻ നിങ്ങൾക്ക് ദൈവം കൃപയേകട്ടെ. കൂടാതെ നാം ചിന്തിക്കണം, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് കുഞ്ഞുങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഈവൻ സോ ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് യുവർ ഫാദർ ഹു ഈസ് ഇൻ ഹെവൻ ദാറ്റ് വൺ ഓഫ് ദീസ് ലിറ്റിൽ വൺ ഷുഡ് പെരിഷ്. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. മത്തായി 18-10-11 വാക്യങ്ങളിലും പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. ആരെങ്കിലും ഇവിടെ വീഴ്ച വരുത്തിയാൽ അവരുടെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ട് അവരുടെ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താഴ്ത്തിക്കളയുന്നത് അവന് നന്ന് എന്ന്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കരുതലുള്ളവരാകണം. കുഞ്ഞുങ്ങളെ ശ്രദ്ധാപൂർവം ദൈവവചന പഠനത്തിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഈ അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക. ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന സ്നേഹമുള്ള അച്ഛനോടും കുടുംബത്തോടും പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ഹോം ബൈബിൾ സ്കൂൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പൈതങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, കുഞ്ഞുമക്കളെ സ്നേഹിക്കുകയും ആറോടണച്ച് ആശീർവദിക്കുകയും ചെയ്തുവല്ലോ. കർത്താവേ, ലോക്ക്ഡൗൺ കാലയളവിൽ കർത്താവേ, ഞങ്ങൾ മടിപിടിച്ചിരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ ദൈവവചനത്തിലേക്ക് വീണ്ടും ദൈവമേ തിരിഞ്ഞു നോക്കുവാൻ, വചനം പഠിപ്പാൻ നൽകുന്ന അവസരത്തിനായിട്ട് നന്ദി. അതിന് നൽകുന്ന സാധ്യതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിന് മുഖാന്തരമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രിയച്ഛനെയും മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും, അച്ഛന്മാരെ, സഭാപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർക്കുന്നു.
കർത്താവിൻ്റെ സാമീപ്യം ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം വചനത്തിലൂടെ വളരുവാനുള്ള പുതിയ സാധ്യത അങ്ങ് നൽകുകയാൽ സ്തോത്രം. ഒരു വാതിൽ അടയുമ്പോൾ പുതിയ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിടുന്ന ക്രിസ്തുവിൻ്റെ സാമീപ്യം തന്നെ ഞങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. ഈ 9 ദിനങ്ങൾ ഏറെ ഹൃദയവും അനുഗ്രഹകരവുമാക്കി തീർക്കണമേ. അങ്ങ് തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കും. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുന്ന അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും പ്രത്യേകാൽ ഞങ്ങളുടെ സഭകളെയും അങ്ങ് ആശീർവദിച്ചുകൊള്ളും. ഇതിലൂടെ വളരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപയേകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി മനോഹരമായ ഒരു ആക്ഷൻ സോങ് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ഷൻ സോങ് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ കോഴിതൻ കുഞ്ഞുങ്ങളെ മാറോടണയ്ക്കുന്ന യേശുവിന്റെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു മനോഹരമായ ഒരു ആക്ഷൻ സോങ് ആണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. നമ്മുടെ മഹായിടവക കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ആ ഒരു CD-യിൽ നിന്നാണ് ആ ഒരു ആക്ഷൻ സോങ് നമ്മൾ എടുത്തിരിക്കുന്നത്. വളരെ ഉത്സാഹത്തോടുകൂടെ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ആ പാട്ട് പാടി ഇതിനോടൊപ്പം നിങ്ങൾ അതിനെ കളിക്കുക. എല്ലാവരും അതിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. മനോഹരമായ ഈ ആക്ഷൻ സോങ് നമുക്കൊന്നുകൂടെ കാണാം. കൂട്ടുകാരെ, വളരെ മനോഹരമായ ഒരു ആക്ഷൻ സോങ് ആണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവ് തന്റെ ചിറകിൻ മറവിൽ നമ്മെ വഹിക്കുന്ന മനോഹരമായ ഒരു ആക്ഷൻ സോങ്. നല്ല രീതിയിൽ നമ്മളത് കളിച്ചു. നിങ്ങളെല്ലാവരും അത് കളിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു അമ്മ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ വഹിക്കുന്നത് പോലെ യേശു കർത്താവ് നമ്മെ മാറോട് ചേർക്കുന്ന കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ആ ഒരു പാട്ടിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഈ ദിവസം നമ്മുടെ ഹോം ബൈബിൾ സ്കൂൾ 2020 ആദ്യത്തെ ദിവസമാണ്.
അപ്പൊ നമ്മുടെ ചിന്താ വിഷയം നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒന്ന് ഉറക്കെ പറയാം. ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന് ഉറക്കെ പറയാം. ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ്. ഞാൻ ദൈവത്തിന്റെ പൈതൽ. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ പൈതലായി തീരാനായിട്ട് സാധിക്കും? അപ്പൊ ഞാൻ ദൈവത്തിന്റെ പൈതലാകുന്നത് എങ്ങനെ, അതിന്റെ എന്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എങ്കിൽ എന്നിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഓരോ ദിവസവും നമ്മൾ ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്താ വിഷയം ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ്. അതിനുവേണ്ടി ഒരു വാക്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാമത്തെ വാക്യം. എല്ലാവർക്കും ബൈബിൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ബൈബിൾ എടുത്തൊന്ന് ഒരാൾക്കൊന്ന് വായിക്കാം, ഉറക്കെ വായിക്കാം, എല്ലാവർക്കും വായിക്കാം. ഞാനൊന്ന് പറഞ്ഞു തരാം, എല്ലാവർക്കും ചേർന്ന് പറയാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ യേശു ആരാണ്? യേശു ദൈവത്തിന്റെ പുത്രനാണ്. യേശു ദൈവത്തിന്റെ പൈതലാണ്. യേശു വളർന്നു വന്നത് ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിന്റെ പൈതലാകാനായിട്ട് ആഗ്രഹമുണ്ടോ? ഒന്ന് കൈവർത്തിക്കുക. ആർക്കൊക്കെയാണ് ദൈവത്തിന്റെ പൈതലാകാനായിട്ട് ആഗ്രഹമുള്ളത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ പൈതലാകാനായിട്ടുള്ള ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തോടു കൂടെയാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്, അല്ലെ? അപ്പോ 2 കാര്യങ്ങളാണ് അതില് ഉള്ളത്. അതില് നമുക്ക് 2 പേരുടെ അനുഗ്രഹങ്ങൾ വേണം, കൃപ വേണം. അവിടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ കൃപ എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്. അപ്പോൾ യേശു എങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു മകനായി വളർന്നത്? ജ്ഞാനത്തിലും വളർച്ചയിലും നല്ല ജ്ഞാനമുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ച യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈതലായിട്ട് ബാലകനായിട്ട് യേശു വളർന്നു. അപ്പോൾ ഈ വാക്യം എഴുതുമ്പോൾ യേശുവിന് 12 വയസ്സായിരുന്നു. 12 വയസ്സുള്ള ഒരു ബാലകനായിരുന്നു യേശു. അപ്പോൾ യേശു 12 വയസ്സുള്ള ബാലകനായിരുന്നപ്പോൾ യേശുവിന് ആരുടെയൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്നാണ് പറയുന്നത്? മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിച്ചു. മറ്റൊന്ന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചു. നമുക്ക് ഇത് 2 ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിന്റെ പൈതലാകാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണോ നമുക്ക് നോക്കാം. ഒരിക്കൽ 12 വയസ്സുള്ളപ്പോൾ യേശുവും യേശുവിന്റെ അമ്മയായ മറിയയും യോസഫും ആയിട്ട് 3 പേരുമായിട്ട് യെരുശലേം ദേവാലയത്തിലോട്ട് പോയി. അവിടെ ഒരു വലിയ പെരുന്നാൾ നടക്കുകയാണ്. പെസഹ പെരുന്നാളാണ്. യഹൂദന്മാരുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. അവരിങ്ങനെ ആ ആഘോഷത്തിലൊക്കെ പങ്കുചേർന്നു. എന്നിട്ട് യോസഫും മറിയയും തിരിച്ചു വീട്ടിലോട്ട് യാത്ര ചെയ്യുകയാണ്, നടന്നു വരികയാണ്. ഒരു ദിവസം വഴി പിന്നിട്ടപ്പോഴും മനസ്സിലായി ആരുകൂടെയില്ല. യേശു കൂടെയില്ല. യേശു ഒരു ബാലകനാണ്, ഒരു മകനാണ്, കൊച്ചുമകനാണ്. ഈ അമ്മയ്ക്കും പപ്പയ്ക്കും വളരെ വിഷമമായി. അവർ 2 പേരും കൂടെ വേഗത്തില് പോയി യെരുശലേം ദേവാലയത്തിന്റെ ഉള്ളിൽ പോയി. അവിടെ നോക്കിയപ്പോ യേശു എവിടെ ഇരിക്കുകയായിരുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കുകയാണ്, അവരോട് സംസാരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഇരുന്നപ്പോഴും യേശുവിന്റെ അടുക്കൽ വന്ന മറിയ അമ്മ ചോദിച്ചു, നീ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? അപ്പോൾ യേശു പറയാൻ, ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? യേശുവിന്റെ പിതാവ് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് വചനം പഠിച്ചിരുന്നു. 12 വയസ്സായപ്പോൾ തന്നെ യേശുവിന് എല്ലാ വചനങ്ങളും അറിയാം. മാതാപിതാക്കളിൽ നിന്ന് അത് പഠിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ഒരു മകനായിട്ട് യേശു വളർന്നു. അതുകൊണ്ടാണ് ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്ന് അവരോട് ചോദിക്കാനായിട്ട് യേശുവിന് ആ ജ്ഞാനം ലഭിച്ചത് ദൈവവചനത്തിൽ നിന്നാണ്. അപ്പൊ നമുക്ക് 12-13 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തിൽ പ്രാവീണ്യം നേടണം?
നമ്മൾ ദൈവവചനത്തിൽ പ്രാവീണ്യമുള്ളവരായി മാറണം, കഴിവുള്ളവരായി, അറിവുള്ളവരായിട്ട് മാറണം. അപ്പോൾ അങ്ങനെയാണ് ദൈവത്തിന്റെ ഒരു പൈതലായിട്ട് യേശു മാറിയത്. അപ്പോൾ എല്ലാവരും തയ്യാറുള്ള വചനം പഠിച്ചാലേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ഞാൻ ദൈവത്തിന്റെ പൈതലായിട്ട് മാറുകയുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചെന്നറിയാമോ? മനുഷ്യരുടെ കൃപയിൽ മുതിർന്നു വന്നു യേശു വീട്ടിൽ വന്നു. എന്നിട്ട് തുടർന്ന് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? 30 വയസ്സുവരെ യേശു മാതാപിതാക്കളെ സഹായിച്ച് വീട്ടിൽ കൂടെ ഉണ്ടായത്. യേശുവിന്റെ പപ്പയുടെ തൊഴിൽ എന്തായിരുന്നു അറിയാമോ? ആശാരിപ്പണിയായിരുന്നു. യേശു യോസഫിനോടൊപ്പം ഈ ആശാരിപ്പണിയൊക്കെ ചെയ്ത് മാതാപിതാക്കളെ സഹായിച്ച് അവർക്ക് കീഴ്പ്പെട്ട് അവരെ അനുസരിച്ചാണ് വളർന്നത്. അപ്പോൾ രണ്ടാമതായിട്ട് എന്ത് പറയുന്നു? മാതാപിതാക്കളെ അനുസരിക്കുന്നവർ, കീഴ്പ്പെടുന്നവർക്കാണ് അനുഗ്രഹം ഉണ്ടാകുന്നത്. അവരാണ് ദൈവത്തിന്റെ പൈതൽ. അപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. യേശു വചനം അറിഞ്ഞ് പഠിച്ച് ദേവാലയത്തിനുള്ളിലിരുന്ന് ദൈവത്തെ ആരാധിച്ചു. 2, മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്ന് അനുസരണയോടെ വളർന്നു. അപ്പോൾ അങ്ങനെ യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എങ്കിൽ നമ്മൾ ആരെപ്പോഴും നമ്മുടെ മനസ്സ് ഓർമ്മിക്കണം. യേശു വളർന്നത് രീതി നമ്മൾ ഓർമ്മിക്കണം. ദേവാലയത്തിലെ വചന പഠനവും വീട്ടിലെ മാതാപിതാക്കളുടെ അനുസരണവും, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നമ്മുടെ ജീവിതം നമ്മൾ അനുഭവിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അമേരിക്ക കേട്ടിട്ടുണ്ടല്ലോ? അമേരിക്കയില് 5 വയസ്സ് പ്രായമുള്ള ജിം എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. പേരെന്താണ്? ജിം, JIM, ജിം. അപ്പൊ നല്ല പുഷ്ടിയുള്ള, നല്ല തുടുതുടുത്ത, നല്ല വണ്ണമൊക്കെയുള്ള, നല്ല വെളുത്ത നിറമുള്ള ഒരു മകനായിരുന്നു ജിം. അപ്പൊ ജിം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അവന് ഇഷ്ടപ്പെടുന്ന ഒരു സൺഡേ സ്കൂൾ ടീച്ചറുണ്ട്. അപ്പോൾ അവൻ എല്ലാ ദിവസവും സൺഡേ സ്കൂളിൽ ഇരുന്നിട്ടേ വീട്ടിൽ പോകുള്ളൂ. പക്ഷേ അവന്റെ മാതാപിതാക്കൾ പള്ളിയിൽ പോകില്ല. അവന്റെ ജ്യേഷ്ഠനോടൊപ്പമാണ് പള്ളിയിൽ പോകുന്നത്. മാതാപിതാക്കൾ പള്ളിയിൽ പോകില്ല, അവർക്ക് മടിയാണ്. ഒരു ദിവസം അവന്റെ സൺഡേ സ്കൂൾ ടീച്ചർ ചോദിച്ചു, ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഭവനത്തിലാണ് എല്ലാ ദിവസവും നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്? മാതാപിതാക്കളും മക്കളും നിങ്ങൾ ഒരുമിച്ച്, പപ്പയും അമ്മയുമായിട്ടൊക്കെ ഒരുമിച്ച്. അപ്പോൾ മറ്റെല്ലാ കുട്ടികളും കൈ ഉയർത്തി, പക്ഷെ ജിം മാത്രം കൈ ഉയർത്തിയില്ല. ജിമ്മിന് വളരെ വിഷമമായി. ഞങ്ങളുടെ വീട്ടിൽ എന്തില്ല? പ്രാർത്ഥനയൊന്നുമില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞു, അവന്റെ വിഷമം കണ്ടിട്ട് ആ ടീച്ചർ പറഞ്ഞു, എന്താണെന്ന് അറിയാം, മോനെ വിഷമിക്കണ്ട, നീ ഇന്ന് വൈകുന്നേരം നിനക്കറിയാവുന്നുള്ള ഒരു പാട്ട് പാടണം. നീ VBS പഠിച്ചൊരു പാട്ട് പാടണം വൈകുന്നേരമാകുമ്പോൾ. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്കറിയാവുന്നുള്ള ഒരു വേദഭാഗം എടുത്ത് വായിച്ചിട്ട് നീ പ്രാർത്ഥിക്കണം. എന്നിട്ട് വീട്ടിൽ പോയിട്ട് ആ പ്രാർത്ഥനാ സമയത്ത് നീ നിന്റെ അമ്മയെ പോയി വിളിക്കണം. അമ്മ വരാം, നമുക്ക് പ്രാർത്ഥിക്കാം. പപ്പയെ പോയി വിളിക്കണം. പപ്പ വരാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ചേട്ടനെ പോയി വിളിക്കണം. ചേട്ടാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്ന് നീ പോയി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്ന് നീ നിന്റെ പാട്ടൊക്കെ പാടി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ജിം അന്ന് ആ ഞായറാഴ്ച ദിവസം വീട്ടിലോട്ട് പോയി. ഈ ടീച്ചർ പറഞ്ഞതുപോലെ അവന്റെ വീട്ടിൽ പോയി അവൻ എല്ലാവരെയും വിളിച്ചു. അമ്മയെ വിളിച്ചു. അമ്മ ആദ്യം ഒഴിവുകളൊക്കെ പറഞ്ഞു. അമ്മയെ നിർബന്ധിച്ച് അവൻ ആ ഹാൾ റൂമിലോട്ട് കൊണ്ടുവന്നു. പപ്പയും അതുപോലെ നിർബന്ധിച്ച് കൊണ്ടുവന്നു. ചേട്ടനും ആദ്യം വരാനൊന്നും തയ്യാറായില്ല. ചേട്ടൻ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, മൊബൈലൊക്കെ കളിച്ചുകൊണ്ടിരുന്നു. ചേട്ടനെയും വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ 4 പേര് ഒരുമിച്ച് ഇരുന്നു. ആർക്കും പാടാനും പ്രാർത്ഥിക്കാനും അറിയില്ല. അപ്പോൾ ജിം എന്ത് ചെയ്തു? അവൻ ആ വർഷത്തെ VBS പഠിച്ച പാട്ടും ആക്ഷൻ സോങ്ങും ഒക്കെ അവൻ കളിച്ചു. എന്നിട്ട് യേശുപ്പച്ച എന്നെ കാത്തുകൊള്ളണമേ എന്ന് യേശുപ്പച്ച കണ്ണടച്ച് കൈവിട്ട് നിന്നിട്ട് എന്റെ പപ്പയെ കാത്തുകൊള്ളണം, എന്റെ അമ്മയെ കാത്തുകൊള്ളണം, അവരുടെ ജോലിയൊക്കെ അനുഗ്രഹിക്കണം, ചേട്ടന്റെ പഠനത്തെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി മുട്ടിന്മേൽ നിന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോൾ എല്ലാവരുടെ മനസ്സിൽ, എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അപ്പൊ എല്ലാവരും കൂടെ പറഞ്ഞു, ജിമ്മാണ് ദൈവത്തിന്റെ പൈതൽ, അവൻ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇനി മുതൽ എല്ലാ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ വീട്ടിൽ കൂടെ ഉണ്ട്. യേശു
ഈ ജിമ്മിലൂടെ നമ്മുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഇന്നു മുതൽ നമ്മുടെ ഭവനം ഒരു പ്രാർത്ഥനയുടെ ഭവനമാണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ജിം ഈ ഒരാഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചു. ജിമ്മിന്റെ വീട്ടിൽ സന്തോഷമുണ്ടായി, ജിമ്മിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായി, എല്ലാവരും വളരെ സന്തോഷിച്ചു. പിറ്റേ ഞായറാഴ്ച അവൻ വളരെ ഉത്സാഹത്തോടുകൂടെയാണ് സൺഡേ സ്കൂളിൽ ഇരുന്നത്. അവന് ടീച്ചറെ കണ്ടു. ടീച്ചർ ചോദിച്ചു, എന്താണ് ജിം, നിനക്ക് ഇത്രയും വലിയൊരു സന്തോഷം? ജിം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ മാതാപിതാക്കളുടെ പപ്പയും അമ്മയും എന്റെ ചേട്ടനും എല്ലാം വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ യേശുവുണ്ട്. അപ്പോൾ ടീച്ചറും വളരെ സന്തോഷിച്ചു. അങ്ങനെ ജിം പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പൈതലാണ് എന്ന് ജിം പറഞ്ഞു. ജിമ്മിനെ നോക്കിയിട്ട് ടീച്ചറും ആ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും കൂടെ പറഞ്ഞു, ജിമ്മെ, നീ ഒരു ദൈവത്തിന്റെ കുഞ്ഞാണ്. നിന്റെ വീട് ദൈവത്തിന്റെ ഒരു ഭവനമാണ്. കാരണം നിന്റെ വീട്ടിലുള്ള എല്ലാവരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ജിമ്മിന് വളരെ സന്തോഷമുണ്ടായി. യേശു കൂടെ ഉണ്ടെന്ന് ജിമ്മിന് മനസ്സിലായി. ജിം അങ്ങനെ ഒരു ദൈവത്തിന്റെ പൈതലായിട്ട് വളർന്നു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ രീതിയിൽ ദൈവത്തിന്റെ കുഞ്ഞായിട്ട് മാറാനായിട്ട് സാധിക്കുമോ? നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് പ്രാർത്ഥിക്കുവാൻ പറയാനായിട്ട് സാധിക്കുമോ? നമുക്ക് എല്ലാ ദിവസവും ക്രമമായിട്ട് പ്രാർത്ഥിച്ച് വളരാനായിട്ട് സാധിക്കുമോ? യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ദിവസങ്ങളിൽ എല്ലാവരും ഈ ഒരു പ്രത്യേക പഠനത്തിൽ പങ്കുചേരുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ മനഃപ്പാഠവാക്യം നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ മിക്കി എന്ന സുഹൃത്ത് നമ്മുടെ കൂടെയുണ്ട്. ആ മിക്കി നമ്മെ ഇപ്പോൾ ആ വചനം പഠിപ്പിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വാക്യം പഠിക്കാം. യേശുവു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുവു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശുവു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. വളരെ സന്തോഷമുള്ള ഒരു ഇനമാണ് അടുത്ത് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ആലയത്തിലെ എൽസി എവലിനും വളരെ മനോഹരമായ ഒരു ആക്ഷൻ സോങ്ങുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്യാം. എൽസി എവലിനും ഈ സമയത്ത് നമുക്ക് വേണ്ടി ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതാണ്.
വളരെ മനോഹരമായ ഒരു ആക്ഷൻ സോങ് കൂടെ നമുക്ക് ഈ ദിവസം പഠിക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ആക്ഷൻ സോങ് തന്നെയാണ്. യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തോടെ നമുക്ക് യാത്ര ചെയ്യാം, വിശ്വാസ സ്ഥിരതയുള്ളവരായി നമുക്ക് കർത്താവിന്റെ പിന്നാലെ യാത്ര ചെയ്യാമെന്ന് ആരംഭിക്കുന്ന ഉയ്യായിരെ എന്ന് പറയുന്ന ഒരു ആക്ഷൻ സോങ് നമുക്ക് പഠിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമുക്ക് കൂടെ കളിച്ച് ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസം കാത്തിടാം, ഓടാം ഓടിടാം, ഓട്ടമോടി തീർത്തിടാം, നല്ല പൊരുതിടാം. വിശ്വാസം കാത്തിടാം, നീതിയിൽ കിരീടം പ്രാപിക്കാം. ഞാനിതാ വന്നിടുന്നു, നീതിയിൽ കിരീടം പ്രാപിക്കാം. ഞാനിതാ വന്നിടുന്നു. മനോഹരമായ ഈ ആക്ഷൻ സോങ് നമുക്കൊന്നുകൂടെ കളിക്കാം. വിശ്വാസം കാത്തിടാം, ഓടാം ഓടിടാം, ഓട്ടമോടി തീർത്തിടാം, നല്ല പൊരുതിടാം. വിശ്വാസം കാത്തിടാം, നീതിയിൽ കിരീടം പ്രാപിക്കാം. ഞാനിതാ വന്നിടുന്നു, നീതിയിൽ കിരീടം പ്രാപിക്കാം. ഞാനിതാ വന്നിടുന്നു. ഈ ദിവസം നമുക്ക് ആവശ്യമായ ഒരു ആക്ടിവിറ്റി പറഞ്ഞു തരുന്നതിന് വേണ്ടി, ഒരു ക്ലാസ്സിന് വേണ്ടി നമ്മുടെ മുന്നിലായിരിക്കുന്നത് ശ്രീമതി ലിൻസി ഹാമിഷാണ്. വളരെ മനോഹരമായ രീതിയിൽ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മെ പഠിപ്പിക്കും. അതിലേക്ക് വേണ്ടി നമുക്ക് അവരെ കരങ്ങളടിച്ച് സ്വാഗതം ചെയ്യാം. എത്ര മനോഹരമായ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിച്ചത്. എല്ലാ കൂട്ടുകാരും ഇത് വീട്ടിൽ ചെയ്ത് ഭവനങ്ങളെ മനോഹരമാക്കാനായിട്ട് എല്ലാവരോടും ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസത്തെ പ്രോഗ്രാം ഇത്രയും അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ സഹായിച്ച ദൈവത്തിന് സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം, പ്രത്യേകിച്ചും ഹോം ബൈബിൾ സ്കൂൾ 2020 പ്രോഗ്രാം വളരെ പ്രാർത്ഥനയോടെ ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ CR ഗോൾഡിൻ അച്ഛനോടുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉപയോഗപ്രദമായ രീതിയിലേക്ക് അതിനെ മാറ്റിയത് ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനോട് എല്ലാ നന്ദിയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അറിയിക്കുന്നു. ആക്ഷൻ സോങ് അവതരിപ്പിച്ച കുഞ്ഞുങ്ങളുണ്ട്, ആക്ടിവിറ്റി പഠിപ്പിച്ച ശ്രീമതി ലിൻസി ഹാമിഷ് ഉണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടെ ഓർമ്മിക്കുകയാണ്. പ്രത്യേകിച്ചും വളരെ ആക്റ്റീവായിട്ട് ഈ പ്രോഗ്രാം പങ്കുചേർന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹായ് കുഞ്ഞുമക്കളെ, ലോക്ക്ഡൌൺ നിങ്ങൾ എല്ലാവരും ആസ്വദിക്കുമായിരിക്കും അല്ലേ? അതിനോടൊപ്പം നമുക്കൊരല്പം കലാവിരുതായാലോ? നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പരിചയപ്പെടാം. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ വേണം. ന്യൂസ് പേപ്പർ റോൾ ചെയ്യാനായിട്ട് നമുക്കൊരു പെൻസിലോ പേനയോ എന്തെങ്കിലും വേണം. പിന്നെ കുറച്ച് തേങ്ങയുടെ മോട് വേണം. ഇതുപോലത്തെ ഒരു ഏട്ടെണ്ണം വേണം. ഇത് ഞാനിപ്പോൾ 2 കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ കുറച്ച്
ഇതുപോലത്തെ ചൂട്ട് വേണം. ചൂട്ട് ഇതുപോലെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ചൂട്ട് വേണം. പിന്നെ നമുക്ക് ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫാബ്രിക് പെയിന്റുകൾ വേണം. പേൾ കളറും യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതും ഫാബ്രിക് പെയിന്റ് ആണ്. ഫാബ്രിക് പെയിന്റ് വേണം. പിന്നെ ഫെവിക്കോൾ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇത് പെട്ടെന്ന് ഒട്ടിയിരിക്കത്തില്ല, അത് കാരണം ഗ്ലൂ ഗൺ യൂസ് ചെയ്താലും മതി. പിന്നെ പെയിന്റ് അപ്ലൈ ചെയ്യാനായിട്ട് ബ്രഷ് വേണം, സിസേഴ്സ്. ഇത്രയാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യമായി നമുക്ക് ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെയുള്ള പീസുകളാക്കാം. എന്നിട്ട് ആ ന്യൂസ് പേപ്പർ എടുത്ത് നമ്മളൊരു പെൻസിലോ പേനയോ വെച്ച് ഒന്ന് റോൾ ചെയ്ത് ട്യൂബ് പോലെ ഉണ്ടാക്കുക. പെൻസിലകത്ത് പോകാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെളിയിലോട്ട് നീക്കി കൊടുക്കുക. ഇതുപോലെ റോളായിട്ട് ഉണ്ടാക്കുക. ഇവിടെ ഇടയ്ക്ക് പോകാതിരിക്കാനായിട്ട് ഇപ്പം ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് വയ്ക്കുക. ഇതുപോലെയുള്ള ഒരു 9 എണ്ണം ഉണ്ടാക്കി വയ്ക്കുക. ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതാണ് ഒരെണ്ണം ഉണ്ടാക്കിയത്. അടുത്തിനി ചൂട്ട്, ഇതുപോലുള്ള ഒരു ചൂട്ട് എടുത്തിട്ട് നമുക്കിത് ലീഫ് വെട്ടാനാണ്. ഇങ്ങനെ എടുത്തിട്ട് അതിൽ നമുക്ക് ഒരു ഇലയുടെ ഷേപ്പ് വെട്ടി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വെട്ടാവേ. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി വെറുതെ ഒരു ഇങ്ങനെ വെട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു 10-12 എണ്ണം റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ പേപ്പർ റോളില്ലേ, അതിനെല്ലാം ബ്രൗൺ പെയിന്റ് അടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കാം. ഞാനിപ്പോൾ ഇതിന് ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫാബ്രിക് പെയിന്റ് ആണ്. പെയിന്റ് എടുത്ത് മൊത്തം ആ എഴുത്തുകുത്തൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് പെയിന്റ് ചെയ്യുക. താഴെ അറ്റം തൊട്ട് മേളറ്റം വരെ പെയിന്റ് ചെയ്യുക. മൊത്തം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ കംപ്ലീറ്റ് പെയിന്റ് ചെയ്യുക. ഇതത് മാറ്റി വയ്ക്കുക. ഞാൻ നേരത്തെ ചെയ്തതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാത്ത. അടുത്തിനി വെട്ടി വെച്ച ഇലയില്ലേ, അതിന് നമ്മൾ പച്ച പെയിന്റ്, അതും ഇതുപോലെ പച്ച പെയിന്റ് 2 സൈഡിലും മൊത്തം തേക്കണം. ഇതുപോലെ 2 സൈഡിലും മുഴുവനായിട്ട് തേക്കുക. കണ്ടോ, ഇതുപോലെ മറുവശത്തും തേക്കണം. തേച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. 2 സൈഡ് ഇതുപോലെ തേക്കുക. അതും നമ്മൾ മാറ്റി വയ്ക്കുക. അടുത്ത് നമുക്ക് ഫ്ലവറിന് പെയിന്റ് കൊടുക്കാം. ഇതുപോലെ നമ്മളെടുത്ത ഈ തേങ്ങാമോടുണ്ടല്ലോ, അതിന് ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുക്കുന്നത്. ഇത് പിങ്ക് പേളാണ്. അപ്പം കുറച്ച് ഷൈനിങ് ഗ്ലേസിങ് ഒക്കെ ആയിരിക്കും. ഇതുപോലെ എടുത്തിട്ട് ഈ എതള് വരുന്ന ഭാഗത്ത് മൊത്തം ഈ പിങ്ക് 2 ലെയറായിട്ട് അപ്ലൈ ചെയ്യണം. ഒന്ന് അടിച്ചിട്ട് ഒന്നുകൂടെ പുറത്തൂടെ നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ റഫായിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. തിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ട്
ഇതിന്റെ നടുക്ക് നമുക്ക് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വെച്ച് കൊടുക്കാം. നടുക്ക് നമുക്ക് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം, ഞാൻ വെറുതെ കാണിക്കുന്നതേ ഉള്ളൂ, നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമുക്ക് ഈ മഞ്ഞ പെയിന്റ് എടുത്ത് ഞെർക്കിലോ എന്തെങ്കിലും എടുത്ത് ജസ്റ്റ് ഒന്ന് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? എല്ലാം ചെയ്ത് കഴിയുമ്പോഴേട്ടെ ഇതുപോലെ ഇരിക്കും. ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് പെയിന്റ് അടിച്ച് വെച്ചില്ലേ, അത് ഒരു 8 എണ്ണം എടുത്തിട്ട് അത് ഒരേ ഇതിന് സൈസിന് വെട്ടിയെടുക്കുക. കണ്ടോ? ഒരേ സൈസിന് വെട്ടിയെടുക്കുക. ഇനി നമുക്കത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം ഇത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക. ഇവിടെ 2, ഇവിടെയും 2. ഇതെല്ലാം ഇവിടെ വെച്ചൊന്ന് ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ എടുക്കാം. ഫെവിക്കോൾ വെച്ചാണെങ്കിൽ ഇച്ചിരി താമസം എടുക്കും, നമുക്ക് പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒന്ന് ഫിക്സ് ചെയ്യുകയാണേ. ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രെയിം റെഡിയായി. ഇനി വേറൊരു പീസ് എടുത്തിട്ട് ഒരെണ്ണെടുത്തിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടി അതിന് ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഒന്ന് ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക്. അതും നമ്മളിവിടെ പൊട്ടിച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഈ ഇലകളും പൂക്കളും എല്ലാം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ഗം തേച്ച് ആദ്യം ഇവിടെ 2 ഇല പൊട്ടിച്ചു കൊടുക്കാം. രണ്ട് ഇല പൊട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മേളിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്തിട്ട് പള്ളയിൽ ഒരു വലിയ ഫ്ലവർ എടുത്ത് ഒട്ടിക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ പിങ്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വേറെ മഞ്ഞപ്പൂവോ ചുവപ്പ് പൂവോ ഒക്കെ വയ്ക്കാം. വീണ്ടും
സൈഡായി. ഇനി മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കണം. അവിടെ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തിട്ട് 2 ലീഫ് വീതം വെച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്യുക. ഫ്ലവർ വയ്ക്കുക. വീണ്ടും ഇതുപോലെ ലീഫ് വയ്ക്കുക. ഇതിനിടയിൽ ഒരു ഫ്ലവർ വയ്ക്കുക. നമുക്ക് ഇവിടെയും കൂടെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കാം. നമ്മുടെ വാൾ ഹാങ്ങിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? കുഞ്ഞുമക്കളെല്ലാവരും സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി 1-2 ചെറിയ നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എല്ലാ വീടുകളിലും ഇതുപോലെ പേപ്പറിലോ അല്ലെങ്കിൽ ചാർട്ടിലോ ഹോം ബൈബിൾ സ്കൂൾ 2020 എന്ന ഒരു എഴുത്ത് എഴുതി നിങ്ങൾ ചുവരിൽ ഒട്ടിക്കുക. മറ്റൊന്ന് നമ്മുടെ ഈ വർഷത്തെ ചിന്താവിഷയം ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ് എന്നുള്ള ചിന്താവിഷയം നിങ്ങൾ എഴുതുക. വേദഭാഗം ലൂക്കോസ് 2-52 വാക്യം, ലൂക്ക് ചാപ്റ്റർ 2:52. അപ്പോൾ അത് നമുക്ക് എഴുതാം. അതുപോലെ ഇന്നത്തെ 1-ാമത്തെ ദിവസമാണ്. അതില് ചിന്താവിഷയം ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഐ ആം ഗോഡ്സ് ചൈൽഡ്. മനപ്പാഠവാക്യം ലൂക്കോസ് 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നുവെന്നും. അങ്ങനെ ഒരു പേപ്പറിലോ ചാർട്ട് പേപ്പറിലോ മനോഹരമായിട്ട് എഴുതി ഇതില് കുറച്ച് പടങ്ങളൊക്കെ കൂടെ ഫിറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളുടെ ചുവരിൽ വെക്കാം. അപ്പൊ നമ്മുടെ ഈ പഠനങ്ങളെല്ലാം കഴിയുമ്പോൾ എല്ലാ ദിവസത്തെയും വിഷയങ്ങൾ, ചിന്താവിഷയം ഇതുപോലെ എഴുതി നിങ്ങൾ വെക്കേണ്ടതാണ്. നമ്മുടെ മെയിൻ തീം എന്ന് പറയുന്നതാണ് ഞാൻ ദൈവത്തിന്റെ പൈതൽ. അതിന്റെ സബായിട്ടുള്ള തീംസ് നാളെ മുതലുള്ള ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ഈ ദിവസത്തെ നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. യേശു വളർന്നു വന്നതുപോലെ നമുക്ക് വളരാനായിട്ട് ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് വേണം. അതിന് നമ്മുടെ മാതാപിതാക്കൾ കീഴ്പ്പെട്ടിരിക്കണം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് വേണം. അതിന് നമുക്ക് ദൈവവിശ്വാസവും പ്രാർത്ഥനയും വചനപഠനവും വേണം. എല്ലാവർക്കും കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവാൻ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അവിടുന്ന് ഈ ദിവസം ഞങ്ങളെ വഴി നടത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹോം ബൈബിൾ സ്കൂളിന്റെ ആദ്യത്തെ ദിവസത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യന്റെ കൃപയിൽ മുതിർന്നു എന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ അനുഗ്രഹവും ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും ഞങ്ങളുടെ വളർച്ചയ്ക്ക്, ഞങ്ങൾ ജ്ഞാനത്തിൽ വളരുന്നതിന് ആവശ്യമാണെന്ന് അവിടെ ഞങ്ങളെ പഠിപ്പിച്ചത് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സിൽ പഠിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. തുടർന്ന ദിവസത്തിൽ അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Yeah, 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 yeah.